എന്തായാലും നല്ല വാക്കുകൾക്ക് നന്ദി പറയാൻ തോന്നിയല്ലോ. എന്നും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. ശരിക്കും എന്നെ പരിചയപ്പെടുത്ത ഞാൻ നഴ്സിംഗ് സൂപ്രണ്ട് ആയില്ല, പ്രപ്പോസ്റ്റ് സൂപ്രണ്ട് ആയിരുന്നു. അതിനു മുമ്പ് ഞാനിങ്ങ് പോന്നു. നഴ്സിംഗ് സൂപ്പർവൈസർ ലെവലിൽ നിന്ന് റിട്ടയർ ആയിട്ട് 6 വർഷമായി. 30 വർഷം പല കാര്യങ്ങൾ പഠിച്ചു. മനുഷ്യ ശരീരത്തിലെ പല ഭാഗങ്ങൾക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പലതായിട്ട് സ്പെസിഫിക്കേഷൻ, ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഒക്കെ ചെയ്തെങ്കിലും എനിക്ക് എന്റെ സ്വന്തം ശരീരത്തിൽ ആ അറിവുകളൊന്നും പ്രയോഗിക്കാൻ പറ്റാതെ ഇപ്പൊ ഇരിക്കുന്ന കട്ടിലിൽ കിടപ്പായി പോയ രോഗി. അവിടുന്ന് എഴുന്നേറ്റ് ഇന്ന് ജീവനോടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്, ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നത് RCMന്റെ ഒരു അത്ഭുതം തന്നെയാണ്. ശരിക്കും RCMലൂടെ എല്ലാം കിട്ടും എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം ഷോളി മാഡം പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ സെന്റൻസ് എനിക്ക് തിരിച്ചു പറയാനായിട്ട്, ഒരു അഭിപ്രായം പറയാനായിട്ട് കിട്ടിയില്ല. RCMല് ആരോഗ്യം തേടി വരുന്നവർക്ക് വരുമാനവും സന്തോഷവും, അതിന്റെ കൂടെ ബൈ 1 get 2 ഫ്രീ ആയി. വരുമാനം തേടി വരുന്നവർക്ക് ആരോഗ്യവും സന്തോഷവും കിട്ടും. ഇനി സന്തോഷം മാത്രം തേടി വരുന്നവർക്ക് ആരോഗ്യവും കിട്ടും, വരുമാനവും കിട്ടും. അവരതിനനുസരിച്ച് നിൽക്കണം. കാലം തിരിയുന്നതനുസരിച്ചാണ്. ഇന്ന് വന്ന് നാളെ പണക്കാരനാകാനെന്ന് ആർക്കെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അവരെ RCMലേക്ക് കൊണ്ടുവരികയും ചെയ്യരുത്, അവരെ പ്രതി നിങ്ങൾ സമയം ചെലവഴിക്കുകയും ചെയ്യരുത്. RCMൽ വന്നാൽ എങ്ങനെയാണ് പാലിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കുന്നതെന്ന് അറിയുന്നവർക്ക് RCMൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം. സമയമെടുക്കും. ഒരു പ്രോസസ്സിങ്ങിന് നിന്നു കൊടുക്കുക. കുറെ അധികം പരിവർത്തനങ്ങൾ വരും. അതിൽ നിന്നു കൊടുക്കുന്നവന് മാത്രമേ അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ പറഞ്ഞിരിക്കുന്ന എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും ഇതിൽ നിന്ന് നേടാൻ പറ്റുള്ളൂ. കുറ്റങ്ങളും കുറവുകളും സ്വയം നിന്നു കൊടുക്കാൻ തയ്യാറാകാത്തവർ സിസ്റ്റത്തിനെ കുറ്റം പറയും, കൊണ്ടുവന്നവരെ കുറ്റം പറയും, കൂടെയുള്ളവരെ കുറ്റം പറയും. അങ്ങനെയൊക്കെ ഉള്ളവര് പിന്നെ പിക്ചറിലേ ഇല്ലാതാകും. നിന്നവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അത് നമ്മൾ ഘോരം പറയാൻ ശ്രമിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്കതൊന്നും മനസ്സിലാവില്ല. പക്ഷെ അവരെ കൂടെ എന്തൊക്കെയോ ഇവർക്കുണ്ട്, ഇവർ പറയുന്നത് എന്തൊക്കെയോ ഉണ്ട് RCMല്, ഇവനെ വിശ്വസിക്കാം എന്ന് നിർമ്മലമായ മനസ്സോടുകൂടി വിചാരിക്കുന്നവന് കൂടെ ചേർന്ന് നിന്നാൽ ഇവര് പറയുന്ന ആ കണ്ടേ ഞാൻ മാത്രമേ കണ്ടുള്ളേ എന്നൊക്കെ പറയുന്നത് നേരിട്ട് കാണാനും അനുഭവിക്കാനുമുള്ള സൗഭാഗ്യം RCMലൂടെയുണ്ട്. അതിന് നമ്മളെ സഹായിക്കുന്ന വിവിധങ്ങളായ ബ്രാൻഡുകൾ ഉണ്ട്. RCM എന്ന കൺസെപ്റ്റ് അംഗീകരിച്ച പല ബ്രാൻഡുകളാണ് നമുക്കിവിടെ ഉള്ളത്. അതില് ഞാൻ ഇതിലേക്ക് കടന്നു വരാനിടയായ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ന്യൂട്രിചാർജിന്റെ ബ്രാൻഡ് തന്നെയാണ്. ന്യൂട്രിചാർജിനെ പറ്റി ആദ്യം അന്വേഷിച്ചപ്പോൾ, ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, ഇപ്ക ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന ആ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, മരുന്നുണ്ടാക്കുന്ന കമ്പനി, 45ഓളം വർഷം ഡോക്ടർമാരുടെ കൂടെ ജീവിച്ച് ഡോക്ടർമാർക്ക് വേണ്ടി മരുന്നുണ്ടാക്കിയ അതേ വ്യക്തിത്വമാണ് വിറ്റാമിനുകൾ കൊണ്ട്, അല്ലെങ്കിൽ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, ഫുഡ് സപ്ലിമെന്റ് ഉണ്ടാക്കിക്കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച്, അതുപോലെ തന്നെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഫുഡ് സപ്ലിമെന്റ് ആണ് കൊടുക്കേണ്ടത്, മരുന്നല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ശ്രീമാൻ പ്രേംചന്ദ് ഗോദാജിക്ക് ഉണ്ടായി. അത് ജോയിൻ ചെയ്യാനും അത് ആൾക്കാരിലേക്ക് ഉദ്ദേശിച്ച ലെവലിൽ എത്താനും ആ നന്മ എത്താനും RCM മാത്രമേ സഹായകരമാകൂ. ഫാർമസി സ്റ്റോറുകൾ സഹായകരമാവില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്കിത് കിട്ടി. RCMലൂടെ നമുക്ക് താങ്ങാവുന്ന വിലയ്ക്ക്, കൊടുക്കുന്ന വിലയ്ക്ക് തക്കതായ മൂല്യമുള്ള, നമുക്ക് ക്വാളിറ്റിയുടെ പേരിൽ ഒരു അല്പം പോലും സംശയിക്കേണ്ടാത്ത ഒരുപിടി പ്രൊഡക്റ്റുകൾ, 23ഓളം പ്രൊഡക്റ്റുകളുണ്ട്. നമുക്ക് പല പ്രാവശ്യമായിട്ട് പല വർഷങ്ങളായിട്ട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും അധികം ക്ലാസ്സുകൾ കിട്ടുന്നത് ന്യൂട്രിചാർജ് വുമൺ ന്യൂട്രിചാർജ്, മാൻ ന്യൂട്രിചാർജ്, S5 ന്യൂട്രിചാർജ്, വെജ് മെഗാ ന്യൂട്രിചാർജ്, ഗ്ലൈസം ടാബ്ലറ്റ് ആൻഡ് ഗ്ലൈസം പ്രോഡക്റ്റ് ന്യൂട്രിചാർജ്, BJ, ഇത്രയും കാര്യം ന്യൂട്രിചാർജ് ബയോയിച്ച്. പക്ഷേ വളരെ റയറായിട്ട് മാത്രം കിട്ടുന്ന ക്ലാസ് ആണ് ന്യൂട്രിചാർജ് ഗെയിനർ ആൻഡ് ന്യൂട്രിചാർജ് S&F. ക്ലാസ്സുകൾ അധികം കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഇതിനെപ്പറ്റി എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റിയത് ഞാൻ വീരാങ്കന ക്ലബിലെ പാർട്ടിസിപ്പന്റ് ആയതുകൊണ്ടാണ്. പ്രൊഡക്റ്റുകളെ നുള്ളിക്കേറി പഠിക്കാൻ ഒരു അവസരം തേടിയപ്പോഴാണ് ന്യൂട്രിചാർജ് വീരാങ്കന ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഉണ്ടായതും ആ ക്ലബിൽ പഠിക്കാൻ എനിക്ക് ഈശ്വര സഹായത്താൽ പഠിക്കാനും അവിടെ നിലനിന്ന് പോകാനും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാനും പറ്റുന്നു. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ ഒരു റിസോഴ്സ് പേഴ്സൺ ആയിട്ട് ഞാൻ എന്നെ ഡെവലപ്പ് ചെയ്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ തയ്യാറായത് കൊണ്ടാണ് ഇത് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് 2 ടോപ്പിക്കാണ് ഇന്നുള്ളത്. അല്പസമയം കൂടുതൽ ചിലപ്പോൾ എടുത്തെന്നിരിക്കും, കാരണം ഒരുപാട് വലിയ ടോപ്പിക്കാണ്. സ്ലൈഡുകൾ കൂടുതലുണ്ടെങ്കിലും കാര്യം വളരെ ചുരുക്കി പറയാൻ ശ്രമിക്കാൻ, കാരണം ഇതൊന്നും ദഹിക്കില്ല ഈ ഉറക്കം വരുന്ന സമയത്ത്. ദഹിക്കണമെങ്കിൽ ഉള്ളിൽ ഒരു അഗ്നിഗോളം ഉണ്ടാവണം, ആ ഒരു ഡിസയർ, ബേണിംഗ് ഡിസയർ ടു ലേൺ. അത് പഠിക്കണം, എനിക്ക് മനസ്സിലാക്കണം.
എനിക്ക് ഉപകാരപ്പെടണം എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഉറക്കവും വരില്ല. അതുകൊണ്ട് നമുക്ക് ഷെയറിങ്ങിലേക്ക് പോകാം. 2 ടോപ്പിക്കാണ്. ആദ്യം ന്യൂട്രിചാർജ് എസ്&എഫ് ആണെന്ന് തോന്നുന്നു ടോപ്പിക് കിടക്കുന്ന നോക്കാം. നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. ന്യൂട്രിചാർജ് ഗെയിനർ, അതുപോലെ ന്യൂട്രിചാർജ് എസ്&എഫ്. ഇപ്പൊ നമ്മുടെ പ്രൊമോഷൻ കൊടുത്തിരുന്ന ആ ഒരു എന്താ പറയാ, അതിന് പറയാ, നോട്ടീസോ, അതിൽ കൊടുത്തിരുന്നത് വെയിറ്റ് മാനേജ്മെന്റ് എന്ന. വെയിറ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ മാഡം ഇത് ഫുൾ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് മാം. ഓക്കെ, ഞാൻ ഡിസപ്പിയർ ആയേ. ഓക്കെ, നമുക്ക് വെയിറ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ വെയിറ്റ് കൂട്ടുകയും വേണം, കുറയ്ക്കുകയും വേണം, നോർമൽ വെയിറ്റിൽ ജീവിക്കുകയും വേണം. അപ്പൊ അതിന് നമ്മളുടെ ജീവിത രീതിക്ക് വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ട് ആ കാര്യത്തിൽ. പഴയകാല ജീവിതമല്ല ഇപ്പോൾ ഉള്ള കാലത്തെ ജീവിതം. ഒരുപാട് കാര്യങ്ങളും നമുക്ക് എക്സസൈസ് ഇല്ലാതെ, എഫേർട്ട് ഇല്ലാതെ, ശരീരത്തിന് ആയാസപ്പെടാതെയുള്ള ജോലികളാണ്. ഇഷ്ടപ്പെടുന്നതും പണ്ട് ചെയ്തിരുന്നത്, കഷ്ടപ്പെട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇഷ്ടത്തോടെയാണ് ചെയ്തിരുന്നെങ്കിലും കുറച്ചൊക്കെ കഷ്ടപ്പാട് അതിനകത്ത് അധികം ഉണ്ടായിരുന്നു. പണ്ടുണ്ടായിരുന്ന അത്രയും അല്ല ഇപ്പൊ ആൾക്കാരെ കാണുമ്പോൾ ഒബേസിറ്റി എന്ന് പറയുന്നത്. ഒബേസിറ്റി വളരെയധികം കൂടുതലുള്ള ഒരു സമയമാണിത്. ഒരുപാടെന്ന് പറഞ്ഞാൽ 25% ആൾക്കാർ ഒബേസിറ്റി ഉള്ളവരാണ്. ഇപ്പം മെലിഞ്ഞ പേഴ്സണാലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമുക്ക് വേണ്ടുന്നത് എന്താണ്? നമ്മളെ കണ്ടാൽ നമുക്ക് തന്നെ ഒരു മതിപ്പ് തോന്നണം. നമുക്ക് മതിപ്പ് തോന്നിയില്ല എങ്കിൽ ഉറപ്പായിട്ടും പബ്ലിക്കിന് ഒരു മതിപ്പും തോന്നൂല. നമ്മൾ വെളിയിൽ ഇറങ്ങി പോകുമ്പോൾ നമ്മളെ കണ്ടാൽ നമ്മളെ ഒന്ന് നോക്കണം, മുമ്പോട്ട് പോയയാള് തിരിഞ്ഞൊന്നുകൂടെ ഒന്ന് നോക്കണം, എന്നെ കണ്ടാൽ കൊള്ളാമോ എന്ന് സ്വയം വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും പുറത്തിറങ്ങുന്നത്. ഒരുപാട് പൊണ്ണത്തടിയുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണ്, തീരെ മെലിഞ്ഞിരിക്കുന്നവർക്ക് അതും ബുദ്ധിമുട്ടാണ്. ബോഡി ഷെയ്മിങ് ആണ് രണ്ടിലും പറയുന്നത്. പക്ഷെ അത് അവരങ്ങനെ ആയി പോയത് അവരുടെ കുഴപ്പമാണോ അവരുടെ ചുറ്റുപാടാണോ എന്നുള്ളത് അത് ഡിപ്പെൻസ്, ഓരോ വ്യക്തികളെയും ആശ്രയിച്ചിരിക്കും. നമുക്ക് വേണ്ടുന്നത് ആരോഗ്യം വേണം, അട്രാക്റ്റീവ് ആയിട്ടുള്ള, ആരും കണ്ടാൽ കൊതിക്കുന്ന ഒരു ബോഡി ഷേപ്പ് വേണം. അതാണായാലും കൊള്ളാം, പെണ്ണായാലും കൊള്ളാം. ശരീരത്തിന് ഒരുപാട് മെലിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ സ്വയം ഒതുങ്ങിത്തീരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ആണിനായാലും പെണ്ണിനായാലും സോഷ്യലി ഒരു സോഷ്യൽ കണക്ഷൻസ് വളരെ കുറവായിരിക്കും. സ്വയം ഉൾവലിഞ്ഞ സ്വഭാവമാകും. അവർ ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് പോയെന്നിരിക്കും. ഒരുപാട് ആൾക്കാരുമായിട്ട് മിങ്കിള് ചെയ്യാൻ അവർക്ക് ഇഷ്ടമുണ്ടാണെന്ന് വരികില്ല. അപ്പൊ അറിവില്ലാത്ത പ്രായത്തിൽ ഈ ഒരു അറിവില്ലാത്ത പ്രായം, തിരിച്ചറിവുണ്ടാകുന്ന പ്രായത്തില് ആളും മറ്റുള്ളവരെ കളിയാക്കത്തില്ല. പക്ഷെ തിരിച്ചറിവില്ലാത്ത ഒരു പ്രായത്തില് മറ്റുള്ള കുട്ടികളെ, മെലിഞ്ഞിട്ടുള്ള കുട്ടികളെ കളിയാക്കും. അതുപോലെ തന്നെ പൊണ്ണത്തടിയുള്ളവരെയും പരസ്പരം കളിയാക്കാറുണ്ട്. പക്ഷെ ആ കളിയാക്കുന്ന വാക്കുകൾ എത്ര കണ്ട് ഹൃദയഭേദകമാണെന്ന് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. ഇപ്പം വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ക്ഷീണം എന്നാണ് അർത്ഥം. അതിന് ഫിസിക്കൽ ആവാം, മെന്റൽ വീക്ക്നെസ് ആകാം, രണ്ടുമുണ്ട്. ഈ ഫിസിക്കൽ വീക്ക്നെസ് ലീഡ്സ് ടു മെന്റൽ വീക്ക്നെസ്. എത്ര കോൺഫിഡൻസ് ഉള്ളവനും കോൺഫിഡൻസ് നഷ്ടപ്പെടും. 4 ആള് നേരെ നിന്ന് എന്തു പറ്റി, എന്തൊരു ക്ഷീണമോ ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ ആ കേൾക്കുന്ന വ്യക്തിക്ക് എന്താണ് തോന്നുന്നത് അറിയില്ല. ഞാൻ ഒരുപാട് പേരോട് ഇത് പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പണിപ്പെട്ടിട്ടുണ്ട്. അപ്പോ അണ്ടർ വെയിറ്റ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിൽ പ്രോബ്ലംസ് ഏതുവഴിയൊക്കെയാണ് വരുന്നതെന്ന് നമുക്കറിയില്ല. പ്രഥമമായിട്ടും പറയാനുള്ളത് അവര് ഇമ്മ്യൂൺഡ് ആയിരിക്കില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം. അവർക്ക് കാര്യമായ ഒരു ജോലിയും, എഫേർട്ട്ലെസ് ആയിട്ടുള്ള ജോലികൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ എഫേർട്ട് ആവശ്യമുള്ള ജോലികളൊന്നും ചെയ്യാൻ അവർക്ക് പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക്, തീരെ മെലിഞ്ഞവർക്ക് പെണ്ണ് കിട്ടാനും പെണ്ണിന് ചെറുക്കനെ കിട്ടാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. മാര്യേജ് കമ്പോളത്തില് അല്ല, വിവാഹ കമ്പോളത്തില് വിലക്കുറവുള്ള വസ്തുക്കളായിട്ട് ഇവർ മാറുന്നു. കാരണം അവിടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ശരീരമില്ല എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ പ്രശ്നം. ഓക്കെ, പിന്നെ പ്രൊഫഷൻ നോക്കുമ്പോൾ ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കിയിട്ടുള്ള ഒരു ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് അല്ലെങ്കിൽ ഒരു എയർ ഹോസ്റ്റസ് തസ്തികയിലേക്ക് ഒക്കെ പോകണമെങ്കിൽ അതിനൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങൾ, ഫിസിക്കൽ അളവുകൾ, മിലിറ്ററി പോകുന്നവർക്ക്, പോലീസിൽ പോകുന്നവർക്ക്, അങ്ങനെ ഓരോ പ്രൊഫഷനും, എന്തിനാ നഴ്സിംഗ് പ്രൊഫഷനിൽ വരെ പോകുന്നവർക്ക്, ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് പൊക്കക്കുറവ് ഉണ്ടാവാൻ പാടില്ല. കാരണം ഒരു ബെഡ് സൈഡിൽ നിന്ന് ഒരു IV ഫ്ലൂയിഡ് ഒരു ഹാങ്ങറിൽ തൂക്കണമെങ്കിൽ ബെഡ് കയറി നിന്ന് തൂക്കാൻ പറ്റില്ല. അതുപോലെ ഒരു പേഷ്യന്റ് പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് ആയാൽ അവർക്ക് കൃത്യമായിട്ടൊരു CPR, അവരെ ഒരു റെസിസിറ്റേഷൻ ചെയ്യാനുള്ള
പൊക്കം സ്റ്റാഫിനുണ്ടായിരിക്കണം. ഇപ്പൊ പിന്നെ അതിനൊക്കെ ഓൾട്ടർനേഷൻസ് ഉണ്ട്. സ്റ്റൂള് കൊണ്ടുവന്നിട്ട് സ്റ്റൂളെ കയറി നിന്ന് കറക്റ്റ് ആയിട്ട് CPR കൊടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പൊക്കക്കുറവിന്റെ പേരിൽ റിജക്ഷൻ ആയ ഒരുപാട് പേരെ എനിക്കറിയാം. പ്രൊഫഷനില് ഹൈറ്റ് കുറവാണ്, ഇത് നിങ്ങൾക്ക് പറ്റിയ പ്രൊഫഷൻ അല്ല എന്ന് പറഞ്ഞു വിട്ട ആൾക്കാരുണ്ട്, എനിക്കറിയാം. അതേസമയം എന്റെ കൂടെ ഞാൻ എബ്രോഡ് ആയിരുന്നപ്പോൾ ഒട്ടും പൊക്കമില്ലാതെ, എനിക്ക് പൊക്കക്കുറവാണ്, എന്നെക്കാൾ പൊക്കക്കുറവ് വെറും 140 സെന്റിമീറ്റർ മാത്രം ഹൈറ്റുള്ള നേഴ്സിന്റെ കൂടെയും വർക്ക് ചെയ്തു. അപ്പൊ എങ്ങനെ കിട്ടി എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പ്രൊഫഷണൽ ചലഞ്ചസ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ കളിയാക്കി പറയുന്ന കാര്യങ്ങൾ അത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ വിചാരിക്കുന്ന അത്രയും സമയം കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. ബോഡി സ്റ്റാമിന തീരെ കുറവായിരിക്കും, ഭയങ്കരമായിട്ട് ഫറ്റീഗ് ആയിരിക്കും, ഭയങ്കര ക്ഷീണമായിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു ലേഡി എന്നെ വിളിച്ചു, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ ആ കിടക്കുന്ന ആ ഒരു സൈഡില് ഭയങ്കര മരവിപ്പ്, എല്ലും തൊലിയും മാത്രമുള്ള ഒരവസ്ഥയാണ്. അതൊക്കെയാണ് ശരിക്കും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതും. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻസിൽ ഒരു കുന്തവും തെളിയത്തില്ല. ഒരു കാര്യവും നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്താൽ എല്ലാം നോർമൽ ആയിരിക്കും. പക്ഷെ ആ വ്യക്തി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വളരെ പാരമ്യത്തിലുമായിരിക്കും. അതുപോലെ തന്നെ ശരീരത്തിലെ പോഷകങ്ങളുടെ കുറവ് കൊണ്ടാണ് ശരീരത്തിന്റെ ക്ഷീണം, മസിൽ കുറവുള്ളതും ശരീരത്തിലെ വെള്ളം കുറവുള്ളത്. അതുപോലെ തന്നെയാണ് ആ കുറവുകൾ മുഴുവൻ നമ്മുടെ തലമുടിക്കും അത് ബാധകമാണ്. ആ മുടി കണ്ടാൽ തന്നെ അറിയാം ആരോഗ്യമില്ലാത്ത ശരീരമാണെന്നുള്ളത്. അതുപോലെ ഫ്രീക്വന്റ് ആയിട്ട് അവര് സിക്ക് ആകും, ഇമ്മ്യൂണിറ്റി ഇല്ലാതാകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ ടയർഡ്നെസ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ആണ്. പീരിയഡ്സ് ടൈമിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പീരിയഡ്സിന്റെ ടൈമിൽ എന്ന് പറഞ്ഞാൽ PMS, പ്രീ മെൻസ്ട്രൽ സിംറ്റംസ് ഒരുപാടുണ്ടാവും. അതുപോലെ തന്നെ ഇവര് ഗർഭധാരണത്തിന് വളരെ ഡിലേഡ് ആയിരിക്കും. അവരുടെ യൂട്രസ് മെച്യൂർ ആയിരിക്കത്തില്ല. യൂട്രസിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട മെച്യൂരിറ്റി, അതുപോലെ തന്നെ ഹോർമോൺ ഇമ്മച്യൂർ ആയിട്ടുള്ള ഹോർമോൺ ലെവൽ ആയിരിക്കും. വയസ്സ് 30 ഉണ്ടെങ്കിലും ബോഡി സ്കാൻ ചെയ്താൽ 16 വയസ്സിന്റെ ഇന്റേണൽ ബോഡി ആയിരിക്കും അവർക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ അതിൽ താഴ്ന്ന ബോഡി ആയിരിക്കും. അങ്ങനെയുള്ളത് നമ്മൾ ശരിക്കും ക്രോണോളജിക്കൽ ഏജ് മാത്രം നോക്കി കല്യാണം കഴിപ്പിച്ച ഒരുപാട് പേര് ഈ അടുത്ത 2-3 ദിവസത്തിന് മുമ്പ് 10 മാസമായി കല്യാണം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു. 33 കിലോ വെയിറ്റ് ആണ് ആ വ്യക്തിക്കുള്ളത്. 27 വയസ്സോ 26 വയസ്സോ ഈ കാറ്റഗറിയിൽ പെട്ട ആളാണ്. അവരെയൊക്കെ നമുക്ക് ബോഡി ബിൽഡ് ചെയ്യാൻ, അവരുടെ ഹെൽത്ത് റീഗെയിൻ ചെയ്യാൻ, കോൺഫിഡൻസ് റീഗെയിൻ ചെയ്യാനൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ അവർക്ക് അവരുടെ ഫാമിലി കംപ്ലീറ്റ് ആകാനായിട്ട് അവരെ സഹായിക്കാൻ പറ്റും. ഈ ഒരു കാര്യം ഇമ്പോർട്ടൻസി, അതായത് വന്ധ്യത്വം, ഇത് രണ്ടു കൂട്ടർക്കും പെണ്ണിനും ആണിനും ഒരുപോലെ ബാധകമാണ്. ചെറുപ്പത്തില് അവരെ നോക്കിക്കൊണ്ട് അവരെ വളരുന്ന ശരീരപ്രായത്തിൽ തന്നെ 22 വയസ്സിനുള്ളിൽ അല്ലെ 23 വയസ്സിനുള്ളിൽ ബോഡി മെച്യൂർ ആകുമ്പോൾ അവരുടെ മസിൽ മാസ് കറക്റ്റ് ആകണം, ബോൺ മാസ് കറക്റ്റ് ആകണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെ ഇന്റേണൽ ഹെൽത്ത് വളരെ നന്നായിരിക്കും. അല്ലാത്തവർക്ക് ഈ ഒരു സംഭവം, അതായത് വന്ധ്യത എന്ന് പറയുന്ന പ്രോബ്ലത്തെ ഫേസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇൻ കേസ് അവര് പ്രോബ്ലം ഒന്നും ഇല്ലാതെ, മെലിഞ്ഞിട്ടാണെങ്കിലും പ്രോബ്ലം ഒന്നും ഇല്ലാതെ അവര് കൺസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 മാസം കൊണ്ട് നടക്കാനുള്ള ത്രാണി ആ ഗർഭപാത്രത്തിന് ഉണ്ടായിരിക്കത്തില്ല, ആ ശരീരത്തിന് ഉണ്ടാവത്തില്ല. അപ്പൊ പ്രീമച്വർ ഡെലിവറി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ എല്ലിന് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് എല്ലിനകത്തുനിന്ന് കാൽഷ്യം പുറത്തു പോന്നിട്ട് സ്പോഞ്ചി ഫോമായി തീരുക, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവാൻ. കാരണം ശരീരത്തിൽ പോഷകങ്ങളില്ല, എല്ലിന് കട്ടി കൊടുക്കുന്ന കാൽഷ്യം ഇല്ല, ഫോസ്ഫറസ് ഇല്ല, മഗ്നീഷ്യം ഇല്ല, പൊട്ടാസ്യം ഇല്ല, ഇതൊന്നും ഇല്ലാതെ എങ്ങനെ എല്ലിന് ബലമുണ്ടാകും? വളരെ ബ്രിട്ടിൽ ആയിട്ടുള്ളത്, ഈസി ആയിട്ട് ഒടിഞ്ഞു പോകുന്ന ഒരു പച്ച കമ്പ് പോലെ ആയിരിക്കും അവരുടെ എല്ലുള്ളത്. അപ്പം ഇവിടെയും പ്രോബ്ലം ആകുന്നത് പോഷക തത്വങ്ങളുടെ കുറവ് തന്നെയാണ്. അപ്പം റൈറ്റ് വേ, റോങ് വേ. ഇപ്പം വണ്ണം വെക്കാനും വെയിറ്റ് കൂട്ടാനും വെയിറ്റ് മാനേജ് ചെയ്യാനും രണ്ട് വഴി, ഏതിനുമുണ്ട് 2 വശങ്ങൾ. അതിൽ ഏത് വഴിയാണ് തെരഞ്ഞെടുക്കേണ്ടത്? അപ്പൊ ഒരു രോഗം പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുവട്ടത്തുള്ളവരെല്ലാം ഡോക്ടേഴ്സ് ആകും. പക്ഷെ ഏതാണ് കറക്റ്റ് ഡോക്ടർ എന്ന് നമുക്ക് തിരിച്ചറിയത്തില്ല എന്നുള്ളതാണ്. പക്ഷെ എന്തും ചെയ്യാൻ ആ ഒരു സമയത്ത് നമ്മൾ തയ്യാറാവാറുണ്ട്. അപ്പൊ കറക്റ്റ് ഉള്ള വഴി, ഇതൊരു റോങ് ആൻഡ് ഡേഞ്ചറസ് ആണ്. ഇരിക്കുന്ന കമ്പ് മുറിക്കാന്ന് പറയില്ലേ, ഇത് എന്തും ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞു കൊടുത്തതായിരിക്കാം. അത് ചെയ്തു നോക്കാൻ തയ്യാറായി അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് ആലോചിക്കാതെ പറഞ്ഞ കാര്യം അതുപോലെ ചെയ്യുന്നൊരു വ്യക്തി. രണ്ടാമത്തേതാണ് കറക്റ്റ് ആയിട്ടുള്ള വഴി, ഓപ്റ്റിമം ന്യൂട്രീഷൻ. അതായത് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് അത്ര തന്നെ
ശരീരത്തിന് ഒരു ദിവസത്തേക്ക് നോർമലായിട്ട് റൺ ചെയ്യാൻ ആവശ്യമുള്ള പോഷകങ്ങൾ എത്രയാണോ അതിൽ പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, വെള്ളം, ഒമേഗ 3, ഗാമ ഒറൈസനോൾ, അതായത് ആന്റി ഓക്സിഡന്റ് ലെവൽ, ഇതെല്ലാം ഉൾപ്പെട്ട ഓപ്റ്റിമം ലെവൽ, മാക്സിമം നമുക്ക് എത്ര വേണോ അത്ര തന്നെ. അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായ വ്യായാമം, ലൈഫ് സ്റ്റൈലിൽ, നമ്മളുടെ ഹാബിറ്റ്സിൽ, നമ്മുടെ ശീലങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ. ചിലർ പറയില്ല ഞാൻ ഇങ്ങനെയാണ്, എങ്ങനെ ചോറ് വായിലോട്ടിട്ട് ഉടനെ തന്നെ വെള്ളം കുടിക്കും, അത് അരുത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ശീലിച്ചിട്ടുള്ളതാണ്, രാവിലെ എഴുന്നേറ്റ ഉടനെ എനിക്ക് ചായ കിട്ടണം, അത് പാൽ ചായ തന്നെ വേണം, ഇതെന്റെ ശീലമാണ്, ഇതെനിക്ക് മാറ്റാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ശരീരത്തിന് ഇട്ടുകൊടുത്ത കുറെ ശീലങ്ങൾ എവിടെയാണോ കറക്റ്റ് ചെയ്യേണ്ടത് ആ കറക്റ്റ് ചെയ്യേണ്ട സ്ഥാനത്ത് നമ്മൾ കറക്റ്റ് ചെയ്താൽ നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് നല്ല ഹെൽത്തി ഏജിങ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടായില്ലെങ്കിൽ 50 വയസ്സിൽ 90 വയസ്സായ പോലെ നടക്കേണ്ടി വരും. അപ്പൊ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ, എപ്പോഴും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് ലോകത്തിൽ ഒന്നിനെ മാറ്റാൻ പറ്റില്ല. നമുക്ക് മാറ്റാൻ പറ്റുന്നത് നമ്മളെ മാത്രമേ ഉള്ളൂ. ആ പരമമായ സത്യം, ആ ഒരു തിയറി ആപ്ലിക്കേഷൻ, ആ തിയറിയുടെ ആപ്ലിക്കേഷൻ നമ്മളിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വെയിറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ചുറ്റുവട്ടത്ത് നോക്കുമ്പോൾ പലരെയും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ പറയും ആ കൊള്ളാം കേട്ടോ, നന്നായിരിക്കുന്നു. എങ്ങനെ നന്നായി? ബോഡി വെയിറ്റ് കൂടി, ആകെ കൂടെ ആനച്ചന്തം എന്ന് പറയില്ലേ? എന്താണ് അവിടെ വെയിറ്റ് കൂടിയത്? എന്തുകൊണ്ടാണ് അവരെ ആ പൊലിപ്പിൽ കണ്ടത്? അവരുടെ ശരീരത്തിൽ കൂടേണ്ടതാണോ കൂടിയിരിക്കുന്നത്? ഉറപ്പായിട്ടും ആയിരിക്കില്ല. വളരെ റെയർ ആയിട്ട് മാത്രമാണ്. 99% ഫാറ്റ് കൂടിയ ഒരു ശരീരമായിരിക്കും. മസിൽ കുറഞ്ഞിട്ടുണ്ടാവും, ബോൺ സ്ട്രെങ്തും പോലും കുറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് കൂടുക അല്ലെങ്കിൽ വെയിറ്റ് കുറയുക എന്ന് പറഞ്ഞാൽ വെയിറ്റ് എന്താണെന്ന് നമ്മൾ അറിയണം. ആ വെയിറ്റ് എന്താണ് ശരിക്കും? നമ്മുടെ ശരീരത്തിലെ മസിലിന്റെ ഭാരം, നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പുകള്, ഫാറ്റിന്റെ ഭാരം, അതുപോലെ എല്ലിന്റെ ഭാരം, നമ്മുടെ ശരീരത്തിലെ വെള്ളം എത്രയുണ്ട്, ഈ 4 കാര്യത്തിൽ ഏതാണ് കൂടേണ്ടത്, ഏതാണ് കുറയേണ്ടത്? കൂടേണ്ടത് 3 കാര്യങ്ങളും കുറയേണ്ടത് 1 കാര്യം. ആ കുറയേണ്ടത് നമ്മുടെ ഫാറ്റാണ്. ആ ഫാറ്റിനെ കൂട്ടുന്ന പണി നമ്മളുടെ ആഹാരത്തിൽ ഉണ്ടാവാൻ പാടില്ല. ആ ഫാറ്റിനെ കുറയ്ക്കാൻ നമ്മൾ എക്സസൈസ് സ്ഥിരമായിട്ട് ചെയ്യണം. മിതത്വം പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. റെഗുലർ ആയിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് ആർ നെസസറി ആസ് ഇറ്റ് ഇൻക്രീസ് വെയിറ്റ് എലോങ് വിത്ത് എനർജി. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ അന്നജമാണ്, ധാന്യങ്ങളിൽ തരുന്നതാണ് അന്നജം. ആ അന്നജം നമുക്ക് എനർജി തരുന്നു. നമ്മുടെ ശീലം, നമ്മുടെ കേരളൈറ്റ്സിന്റെ സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറയുന്നത് അരിയാഹാരമാണ്, ഗോതമ്പല്ല. ഈ അരിയാഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, നല്ല പ്രോട്ടീനാണ് അരിയിലുള്ളത്. പക്ഷേ അതിനകത്തുള്ള സാധനങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുത്തി അതിനെ റിഫൈൻ ചെയ്ത് തവിടുമില്ല ഒന്നുമില്ലാതാണ് നമ്മൾ അതിനെ ആഹരിക്കുന്നത്, കഴിക്കുന്നത്. നമ്മൾ കഴിക്കാൻ ചോറാക്കി എടുക്കുന്നതിനോടകം നെല്ലിൽ നിന്ന് അരി വന്നു, അരി കുത്തി വെളുപ്പിച്ച് അതിന്റെ തവിടെല്ലാം പറത്തിക്കളഞ്ഞ് ബാക്കി ഉണ്ടായിരുന്നത് കഴുകിക്കളഞ്ഞ് പിന്നെ തിളപ്പിച്ച് ഊറ്റിക്കളഞ്ഞ് അതിന്റെ ചണ്ടി എടുത്തു. അതിനകത്ത് എന്ത് ഗുണം നമുക്ക് കിട്ടാനുണ്ട്? ഇനി തവിട് ഒരു പ്രാവശ്യം കഴുകിക്കളഞ്ഞ് തവിടോടുകൂടി ആ അരി വെച്ചാൽ വീട്ടിൽ എത്ര കാരണന്മാർക്ക് അത് ഇഷ്ടപ്പെടും, എത്ര മക്കൾക്ക് അത് ഇഷ്ടപ്പെടും, എത്ര അമ്മമാർക്ക് അത് ഇഷ്ടപ്പെടും? നമ്മുടെ കണ്ണിന് ആനന്ദം കിട്ടുന്ന, നമ്മുടെ മൂക്കിന് നല്ല സുഗന്ധം കിട്ടുന്ന, നമുക്ക് കഴിക്കുമ്പോൾ നാവിന് നല്ല രസം തോന്നുന്ന രീതിയിൽ നമ്മൾ ആഹാരത്തെ പാകപ്പെടുത്തി നമ്മൾ കഴിക്കുക ചെയ്യുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഷുഗറിനെ തരുന്നത്. ആ കാർബോഹൈഡ്രേറ്റ് തരുന്ന എനർജി നമ്മുടെ ശരീരത്തിന് കൊടുത്തിരിക്കുന്ന ശീലം അനുസരിച്ച് കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ ശരീരത്തിന്റെ ഇന്ധനം. എനർജി തരുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ചോറ് കഴിച്ചേ മതിയാവും. ഇത് നമ്മുടെ ഒരു ശീലമാണ്. ചോറ് കഴിച്ചില്ലെന്ന് വെച്ചാൽ എന്താ സംഭവിക്കാം? ഒന്നും സംഭവിക്കാൻ പോണില്ല. നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനത്തിനകത്തുമുണ്ട്. കറികളാണ് കഴിക്കുന്നതെങ്കിൽ പോലും അതിനകത്തും കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ചോറായിട്ട് തന്നെ കഴിക്കണമെന്നോ, അരിയാഹാരമായിട്ട് തന്നെ കഴിക്കണമെന്നോ, ഗോതമ്പ് തന്നെ കഴിക്കണമെന്നോ ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ നമ്മള് മാറ്റിയ രീതിയിൽ പഥ്യമായ കാർബോഹൈഡ്രേറ്റ് ഉൾക്കൊള്ളാൻ പറ്റിയാൽ, പഥ്യമായ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ചെറുധാന്യങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും പഥ്യമായ കാർബോഹൈഡ്രേറ്റ്. പിന്നെ നമുക്ക് പച്ചക്കായ ഉണ്ട്, പിന്നെ നമ്മളുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ശൈലി മാറ്റി കൊണ്ടുവരേണ്ട കാര്യങ്ങൾ. അതിപ്പോ പറഞ്ഞു എന്നേ ഉള്ളൂ. ശരീരത്തിൽ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ നമുക്കുണ്ടാകണം. പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിലെ ഓരോ കോശത്തിന്റെ റിപ്പയർ നടക്കുകയുള്ളൂ. നമ്മളുടെ കംപ്ലീറ്റ് നാഡീവ്യവസ്ഥ, നമ്മുടെ ശരീരത്തിലെ എല്ലാ വ്യവസ്ഥകളിലും പ്രോട്ടീൻ ആണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇമ്മ്യൂണിറ്റിക്ക് വേണം, ഹോർമോൺസ് ഉണ്ടാവണം,
അതുപോലെ തന്നെ നമ്മളുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ എന്താ പറയാ നെർവസ് സിസ്റ്റത്തിന്റെ പ്രധാന കാര്യങ്ങള്, ഓരോ സെല്ലും നമ്മുടെ സ്കിന്നായാലും മുടിയായാലും ബോണായാലും എല്ലായാലും എവിടെയായാലും കാൽഷ്യം നമ്മുടെ പ്രോട്ടീൻ ഇല്ലാതെ ഒരു പണിയില്ല. അപ്പൊ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പ്രോട്ടീൻ കൂടിപ്പോയാൽ എന്ത് പറ്റും? സപ്ലിമെന്റ് ആയിട്ട് കഴിക്കുമ്പോഴേ ഉള്ളൂ ഈ സംശയം, പ്രോട്ടീൻ കൂടിപ്പോയാൽ കിഡ്നി അടിച്ചു പോകുമെന്നൊക്കെ. അങ്ങനെയൊന്നും കിഡ്നി അടിച്ചു പോകത്തില്ല. കിഡ്നി അടിച്ചു പോവാൻ കുഴിമന്തി തന്നെ തിന്നാലും മതി. ന്യൂട്രീഷൻ എക്സ്പെർട്ട് കൺസിഡേഴ്സ് വെയിറ്റ് ഗെയിൻ ഓർ വെയിറ്റ് ലോസ് ഓഫ് 2 to 3 kgs per month as healthy. നമ്മൾ ശരിക്കും സയന്റിഫിക് ആയിട്ട് സപ്പോർട്ടോട് കൂടി ഒരു വെയിറ്റ് ഗെയിൻ ചെയ്യുകയോ വെയിറ്റ് ലോസ് ചെയ്യുകയോ ചെയ്യുക, അതിന്റെ ഒരു കണക്കാണ് ഈ പറഞ്ഞത്. ഒരു മാസത്തില് അങ്ങേയറ്റം 2 കിലോ കുറയ്ക്കുക അല്ലെങ്കിൽ 3 കിലോ കുറയ്ക്കുക. വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ 2 കിലോ കൂട്ടുക അല്ലെങ്കിൽ 3 കിലോ കൂട്ടുക. അപ്പൊ അതിന് ബദലായിട്ട് പോകുമ്പോഴാണ് അത് ഹെൽത്തി അല്ലാതാകുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യണം, നമ്മൾ അറിവ് നേടണം. അത് നമ്മൾ ആപ്ലിക്കേഷൻ നമ്മുടെ ബോഡിയിൽ തന്നെ നമ്മുടെ ശീലങ്ങളിൽ തന്നെ അത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ ചിലര് പരസ്യം കാണാറുണ്ട്, 14 ദിവസം കൊണ്ട് 14 കിലോ വെയിറ്റ് കുറഞ്ഞു, ഒരു മാസം കൊണ്ട് 8 കിലോ വെയിറ്റ് കൂട്ടി. ഇങ്ങനെയൊക്കെ കേൾക്കാറുണ്ട്, നമ്മൾ റീൽസിലൊക്കെ കാണാറുണ്ട്. അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഒട്ടും ശരിയല്ല. റീബൗണ്ട് എന്ന് പറയുന്ന അത് തിരിച്ചു വരാൻ സാധ്യതയുള്ള വെയിറ്റ് ഗെയിനോ വെയിറ്റ് ലോസോ ആണ്. വെയിറ്റ് ഗെയിൻ പിന്നെ തിരിച്ച് വെയിറ്റ് ലോസിലേക്ക് പോകാൻ ഇത്തിരി താമസം എടുക്കും. അപ്പൊ ഇതിന് നമ്മളെ സഹായിക്കുന്ന, ഈ തരത്തിൽ വെയിറ്റ് ഗെയിനിന് സഹായിക്കുന്ന, വെയിറ്റ് കൂട്ടാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ന്യൂട്രിചാർജ് ഗെയിനർ എന്ന് പറയുന്നത്. ന്യൂട്രിചാർജ് ഗെയിനറിന് 17ഓളം പച്ചമരുന്നുകൾ, അത് പറഞ്ഞാൽ ആയുർവേദ വിധിപ്രകാരമുള്ള 17ഓളം മരുന്നുകൾ ചേർത്ത്, ഇതിനകത്ത് ഇപ്പം മരുന്നെന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിന് ഞാൻ ഈ 5 വർഷക്കാലം കൊണ്ട് 5 or 6 പേർക്ക് ന്യൂട്രിചാർജ് ഗെയിനർ സജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഞാൻ സ്വന്തമായിട്ടും ന്യൂട്രിചാർജ് ഗെയിനർ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ അത് സജസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് ഇൻഡെപ്ത് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പേരിലേക്ക് അത് എത്തിക്കാൻ പറ്റും, പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇത് വെറുതെ വെയിറ്റ് ഗെയിനർ മാത്രമല്ല, ഇത് ശരിക്കും ഒരു ഗെയിം ചേഞ്ചറാണ്. നമ്മുടെ ലൈഫിൽ ഒരു ഗെയിം ചേഞ്ചറാണ്. ബലമില്ലാത്ത ശരീരത്തിൽ ബലം കൊടുക്കുന്നതിനോടൊപ്പം ശരീരവേദന അനുഭവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയുടെയോ പുരുഷന്റെയോ ശരീരത്തിൽ വേദന ഉണ്ടാവുന്നത് എല്ലും തൊലിയും കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേജിന് മാറ്റം വരുത്താനും നമ്മൾ ന്യൂട്രിചാർജ് ഗെയിനർ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഈ ഒരു ന്യൂട്രിചാർജ് ഗെയിനറിന് MRP റേറ്റ് എന്ന് പറയുന്നത് 1405 പുതുക്കിയ വില. ഡിസ്കൗണ്ട് റേറ്റിൽ 1125. അതുപോലെ പർച്ചേസ് വോളിയം 900 ഉണ്ട്. അപ്പൊ ഇതില് ഈ ഒരു കണ്ടെയ്നറിനകത്ത് 2 പാക്കറ്റ് ആയിട്ടാണ് ഇതിനകത്ത് പൗഡർ ഇരിക്കുന്നത്. ഒരു പാക്കറ്റ് പൊട്ടിച്ചാൽ 15 ദിവസത്തേക്കുണ്ട്. ആ 15 ദിവസം കഴിഞ്ഞിട്ട് അടുത്തത് പൊട്ടിച്ചാൽ മതിയാകും. ഒന്നിച്ച് ചൊരിയായിട്ട് കിടക്കുന്ന ഒരു ടിന്നല്ല ഇത്. ഇപ്പൊ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ഒരു മാർഗമാണ്. ഇതിനകത്ത് പ്രോട്ടീൻ ഇല്ല, ഇത് മരുന്ന് മാത്രമാണ്. ആയുഷിന്റെ സർട്ടിഫിക്കേഷനോട് കൂടി നമുക്കുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഇത് മാത്രം കഴിച്ചാൽ വെയിറ്റ് ഗെയിൻ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതിന്റെ കൂട്ടത്തിൽ പ്രോട്ടീനും കൂടെ മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റ് നല്ല ആഹാരങ്ങളും കൂടെ വേണം. ആ നല്ല ആഹാരം എന്ന് പറയുമ്പോൾ മുട്ട, ഏത്തപ്പഴം, ഇതൊക്കെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന സാധനങ്ങളാണ്. അതുമൊക്കെ കഴിക്കണം. നട്ട്സ് അതൊക്കെ കഴിക്കണം. നല്ല ഹെൽത്തി ഫുഡായിട്ടുള്ള സൂപ്പർ ഫുഡ് കാറ്റഗറിയിലുള്ള ഫുഡും കൂടെ ആഡ് ചെയ്താലാണ് നമുക്കിതിന്റെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ഓരോരോ കണ്ടന്റുകൾ നമുക്ക് നോക്കാൻ പറ്റാം. 17 ഹെർബ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് പടങ്ങൾ കാണിച്ചിട്ടുണ്ട്. പടങ്ങൾ കാണിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് കാരക്ക, നമ്മുടെ ഈന്തപ്പഴം, തിപ്പലി, കുരുമുളക്. ഒന്നാമത്തെ കാര്യം, ഇതിന്റെ ബെനിഫിറ്റ്സിനെ പറ്റി ആദ്യം പറയാം. 17 ഇൻഗ്രീഡിയന്റ് ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം പ്യുവർ ഗീ, അതായത് നല്ല നറുനെയ്യ് എന്ന് പറയുന്ന സാധനം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഹണി, തേൻ ഉണ്ട്. ഈ 2 ഘടകങ്ങളാണ് ഇതിന്റെ യുണീക്നെസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത്. ഇത് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷക തത്വങ്ങളെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ന്യൂട്രിചാർജ് ഗെയിനറിന്റെ ബെനിഫിറ്റ്സ് ഞാനൊന്ന് പറയാം. അത് മസിൽ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് സഹായിക്കും. മസിൽ സ്ട്രെങ്ത് കൂട്ടാൻ സഹായിക്കുന്നു. അതുപോലെ എനർജി ലെവൽ കൂട്ടാൻ സഹായിക്കുന്നു. ഇത് എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ
ഫറ്റീഗിനെ കുറയ്ക്കുക. ഫറ്റീഗ് എന്ന് പറയുന്നത് നമ്മൾ ക്ഷീണത്തിന്റെ മാക്സിമത്തിലെത്തി, എത്ര ഉറങ്ങിയിട്ടും എത്ര കിടന്നിട്ടും എന്തൊക്കെ ചെയ്തിട്ടും മാറാത്തൊരു ക്ഷീണം, ആ ഫറ്റീഗിന്റെ ലെവലിനെ കുറച്ച് എനർജി ബൂസ്റ്റ് ചെയ്യും. അതുപോലെ ദഹനത്തിന് സഹായിക്കുന്നുണ്ട്. ദഹനം നല്ലതാകുമ്പോൾ അബ്സോർഷനും, അതായത് പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നതിനും, അതിന് മാക്സിമം ആഗിരണം ചെയ്യാൻ പറ്റും, വേസ്റ്റ് പോകുന്നത് കുറവായിരിക്കും. അതുപോലെ തന്നെ ഇമ്മ്യൂൺ റെസ്പോൺസിനെ, നമ്മളുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന് തന്നെ ഇതൊരു സപ്പോർട്ടാണ്. പുതിയ ഇമ്മ്യൂൺ സെല്ലുകൾ ഉണ്ടാവാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ആന്റി ഓക്സിഡന്റ് ലെവൽ, നമ്മുടെ ശരീരത്തിലെ ആന്റി ഓക്സിഡന്റ് ലെവലുകൾ, ഈ കാണിച്ചിരിക്കുന്നതെല്ലാം തന്നെ ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഇതെല്ലാം ഉള്ളിൽ ചെന്നാൽ എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ, നമ്മൾ എത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഹെൽത്തി ഏജിങ്. ഒരു പ്രായമാകുന്നത് ഒരു നമ്മൾ ഹെൽത്തി കോമ്പറ്റീഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഹെൽത്തി ആരോഗ്യകരമായ പ്രായമാകൽ. അതില് വളരെ സ്ലോ ആയിട്ടാണ്, അല്ല ഫാസ്റ്റ് ആയിട്ടല്ല. ചെറുപ്രായത്തിൽ തന്നെ അകാല വാർദ്ധക്യം വന്നതുപോലെയുള്ള തോന്നലുകൾ ഉണ്ടാവത്തില്ല. ആ പ്രായത്തിനനുസൃതമായ ഒരു ഔട്ട്ലുക്ക് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരാൻ ഇത് സഹായിക്കും. നമ്മുടെ പ്രൊഡക്റ്റിന്റെ യുണീക്നെസ്, അതിനകത്തുള്ള പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങൾ, ഇതിനകത്തുള്ള പ്യുവർ ഗീ ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തെ ഹെർബൽ ഈ പച്ചമരുന്നുകൾ, അതുപോലെ തന്നെ ആയുഷിന്റെ ലൈസൻസ് ഉണ്ടെന്നുള്ളത് ഒരു യുണീക്ക് കാര്യമാണ്. 17 പോഷകങ്ങൾ, 17 തരത്തിലുള്ള ഔഷധം ആണ് ഇതിനകത്തുള്ളത്, പോഷകങ്ങളുണ്ട്. ഇൻഗ്രീഡിയൻസ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, അബ്സോർഷനെ കൂട്ടുന്ന, ആക്ടിവേറ്റ് ചെയ്യുകയും അബ്സോർഷനെ എൻഹാൻസ് ചെയ്യുകയും ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതുപോലെ റിയൽ ഹണി, റിയൽ കൊക്കോയുടെ പടമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ 100% വെജിറ്റേറിയൻ ആണ്. അപ്പൊ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസിനെ പറ്റി പറയാം. ഇൻഗ്രീഡിയൻസ് അശ്വഗന്ധ ആണ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയന്റ്. പക്ഷെ ഇവിടെ പൈൻ ബാർക്കിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പൈൻ ബാർക്കിനെ പറ്റി പറയാം. ശരിക്കും ഹൈ ആന്റി ഓക്സിഡന്റ് ആണ് പൈൻ ബാർക്ക്. നമുക്ക് സാധാരണ മറ്റ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റിന്റെ, ആയുർവേദ പ്രൊഡക്റ്റിന്റെയോ എല്ലാത്തിലൊന്നും നമുക്ക് കിട്ടാത്ത ഒരു സംഭവമാണ് പൈൻ ബാർക്ക് എന്ന് പറയുന്നത്. ഒരുപാട് ആന്റി ഓക്സിഡന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പൈക്കനോജിനോൾ എന്ന് പറയുന്നതാണ് എക്സാക്ട്ലി അതിന്റെ ബയോ ആക്റ്റീവ് കമ്പൗണ്ട് എന്ന് പറയുന്നത്. ആന്റി ഓക്സിഡന്റ് എഫക്റ്റ് കൂട്ടുന്നു. അതുപോലെ തന്നെ ഹെൽപ്സ് ടു നൈട്രജൻ ഓക്സൈഡ്, അതുപോലെ ഓക്സിജൻ, ഈ 2 കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്ത് മസിലിന് കപ്പാസിറ്റി, നൈട്രജൻ ഓക്സൈഡ്, നൈട്രിക് ഓക്സൈഡിന്റെയും ഓക്സിജന്റെയും ഉൽപാദനം കൂട്ടുക ശരീരത്തിലെ മറ്റു പ്രവർത്തനങ്ങളിലൂടെ. അങ്ങനെ നമ്മൾക്ക് അതിന്റെ സയൻസിലേക്കൊന്നും പോകണ്ട, മസിൽ പവർ കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ്, അതുപോലെ ഹെൽത്തി ഏജിങ്ങിന് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ്. അതാണ് ഇതിനെപ്പറ്റി കൂടുതൽ പറയേണ്ടത്. അശ്വഗന്ധയാണ് അടുത്തത്. ഇത് ശതാവരിയാണ്. അശ്വഗന്ധയ്ക്ക് അശ്വഗന്ധ, ശരിക്കും ഈ വേരിന് അശ്വത്തിന്റെ, കുതിരയുടെ മണമുണ്ട്. അതുകൊണ്ടാണ് അതിനെ അശ്വഗന്ധ എന്ന് പറയുന്നത്. ശരിക്കും ഇത് കഴിച്ചാൽ, ഉള്ളിൽ ചെന്നാൽ ഇതുകൊണ്ടുള്ള ഗുണം, ഒരു ഹോഴ്സ് പവർ പ്രൊവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. സ്റ്റാമിന കൂട്ടുന്നു. അതുപോലെ തന്നെ ക്രോണിക് ഫറ്റീഗ്, കുറെ കാലങ്ങളായിട്ടുണ്ടായിരുന്ന ആ ഒരു ക്ഷീണം അങ്ങ് മാറും, ആ ഒരു തളർച്ച അങ്ങ് മാറ്റും. അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ സ്റ്റേജുകൾ, ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്റേണൽ ഇൻഫ്ലമേഷൻ, ഉള്ളില് നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിൽ നമുക്കൊന്നും പുറമെ കാണുന്നില്ലെങ്കിൽ പോലും ഒരു സിംറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വേദനയാണ്. നമുക്ക് ശരീരത്ത് തൊടുന്നിടത്തൊക്കെ വേദന ഉണ്ടാവും, നല്ല ഉറക്കം ഉണ്ടാവില്ല, ഉറക്കം ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിൽ ഇന്റേണൽ ഇൻഫ്ലമേഷൻ നമ്മൾക്ക് പല പല സ്റ്റേജിലും പലരിലും കാണിച്ചു തരും. അതുപോലെ ഹെൽത്തി ഏജിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടും പറ്റും. ഒരു ശരീരത്തിന് റെജിനുവേഷൻ കൊണ്ട്, ഒരു പുതുമ കൊണ്ടുവരാൻ ഇതിന് സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഈ വാക്കുകളൊന്നും വായിക്കുന്നില്ല ഞാൻ, എനിക്ക് നാക്കുളുക്കും. അപ്പോ അശ്വഗന്ധ ഒരു ഇൻഗ്രീഡിയന്റ് പറഞ്ഞു, മറ്റൊരെണ്ണം പൈൻ ബാർക്ക് പറഞ്ഞു. ഒരു ന്യൂട്രിചാർജ് ഗെയിനറിന്റെ ഒരു സ്കൂപ്പിനകത്ത് 20 ഗ്രാം ആണ്. അത് ശരിക്കും ആ 20 ഗ്രാം പൊടിക്കകത്ത് 1200 മില്ലിഗ്രാം അശ്വഗന്ധ ആണ്. ഇത്രയും ഒന്നും നമുക്ക് മറ്റ് ആയുർവേദ പ്രൊഡക്റ്റുകളിൽ പോലും ഇത് കാണില്ല എന്നുള്ളതാണ് സത്യം. നമുക്കിത് എന്തുകൊണ്ടാണ് നമുക്കിത് ഗുണം തരുന്നത്? ഇതിനകത്ത് ഇനി അടുത്തത് ശതാവരി. ശതാവരി ചെയ്യുന്നത്
ശതാവരിയിൽ അതിന്റെ ആ കിഴങ്ങിലും ഒരു 50-ൽ കൂടുതൽ ഓർഗാനിക് കെമിക്കൽ ഉണ്ട്. 50-ൽ കൂടുതൽ ഓർഗാനിക് കെമിക്കൽ ഉണ്ട്. ഇത് നമുക്ക് സഹായിക്കുന്നത് നമ്മുടെ ദഹനത്തെയും ആഗീരണത്തെയും, ദഹനത്തിന് കൂട്ടും, അതായത് മെറ്റബോളിസം കൂട്ടിയിട്ട് നമുക്ക് ദഹിക്കുന്നതിന്റെ അളവ് കൂടും. അതുപോലെ തന്നെ കൂടുതൽ ദഹിച്ചാൽ കൂടുതൽ ആഗീരണം നടക്കും. അപ്പൊ അതിന്റെ ഫലമായിട്ട് ന്യൂട്രിയൻസ് കൂടുതൽ ശരീരത്തിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റാമിന കൂടും, സ്ട്രെങ്ത് കൂടും, സ്ട്രെസ് കുറയാനൊക്കെ അത് കാരണമാകും. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ശരിക്കും ഉത്തേജനം കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഇതിന്റെ പേരെന്താ, ശതാവരി എന്ന് പറയുന്നത്. ഇത് മുന്തിരിയാണ്. മുന്തിരിക്കകത്ത് ഒരുപാട് ഒറിജിനൽ നല്ല വിഷമൊന്നും ചേർക്കാത്ത മുന്തിരി, ശരിക്കും പറഞ്ഞാൽ GMO ഫ്രീ സീഡ്സ്, ശരിക്കും മറ്റ് എന്താ പറയാ ജനിതക മാറ്റങ്ങളൊന്നും വരുത്താത്ത സീഡ്സ് ഉപയോഗിച്ചിട്ടുള്ള എന്താ പറയാ ഗ്രേപ്സ് ആണല്ലേ, മുന്തിരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനും കൂടുതൽ വൈറ്റമിൻസ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഇതിനകത്തുള്ളത് വൈറ്റമിൻ C ആണുള്ളത്. ഒരു ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് എന്നൊക്കെ പറയുന്ന പോലെ വളരെ ബ്രോഡ് സ്പെക്ട്രം ബയോ ആക്റ്റീവ് കെമിക്കൽസ് ആണ് വൈറ്റമിൻ സിയുടെയും വൈറ്റമിൻ എയുടെയും ബോറോണിന്റെയും ഒക്കെ ഒരു സത്താണ്. ബോറോൺ നമുക്ക് വളരെ ട്രേസ് ആയിട്ട് മതി, വളരെ കുറച്ച് മതിയെങ്കിലും അത് ബോൺ ഹെൽത്തിനും ടീത്ത് ഹെൽത്തിനും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഹാർട്ട് ഹെൽത്തിന് വളരെ ആന്റി ഓക്സിഡന്റ് എഫക്ട് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ ആന്റി ഓക്സിഡന്റും എഫക്റ്റും വരുന്നത് നമ്മുടെ ഹാർട്ട് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഹാർട്ട് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കണം, നല്ല കൊളസ്ട്രോൾ കൂടണം, ചീത്ത കൊളസ്ട്രോൾ കുറയണം. അതുപോലെ അങ്ങനെ നമ്മൾ ഈ കഴിക്കുന്ന സാധനത്തിൽ ഓരോന്നിലുമുള്ള ആന്റി ഓക്സിഡന്റ് എഫക്റ്റ് നമ്മളെ കറക്റ്റ് ആയിട്ടും ഹെൽത്തി ആയിട്ടും മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതാണ്. അടുത്തത് ആൽമണ്ട്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. ആൽമണ്ടിനകത്ത് ശരിക്കും പ്യുഫ, മുഫ, നമ്മൾ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, അതുപോലെ നല്ല എസെൻഷ്യൽ ഫാറ്റി ആസിഡ് അതായത് omega-3 ഒക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. ഫിസിക്കൽ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഉണ്ട്. അത്ഭുതം തോന്നും ശരിക്കും ഒരു ചെറിയ ആൽമണ്ടിനകത്ത് അടങ്ങിയിരിക്കുന്ന മിനറൽസ് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. കോപ്പർ, അയൺ, മഗ്നീഷ്യം, മാംഗനീസ്, സിങ്ക്, ഫോസ്ഫറസ്, പൊട്ടാസ്യം. വൈറ്റമിൻസിൽ തൈമിൻ, റൈബോഫ്ലേവിൻ, നിയാസിൻ, വൈറ്റമിൻ ഇ. തൈമിൻ, റൈബോഫ്ലേവിൻ എന്നൊക്കെ പറയുന്നത് ബി കോംപ്ലക്സിന്റെ വകഭേദങ്ങളാണ്. അടുത്തത് നമ്മുടെ ഡേറ്റ്സ് ആണിത്. ബോഡിയുടെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് ശരിക്കും ഇത് സഹായകരമാണ്. ബോഡി സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ സ്റ്റാമിന കൂട്ടുക, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷുഗർ ആണ്. അതുകൊണ്ട് തന്നെ ഇത് മറ്റ് ബാക്കി ഇൻഗ്രീഡിയൻസിൽ നിന്നും അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാര സാധനത്തിൽ നിന്നും ഉള്ള ഇൻഗ്രീഡിയൻസിനെ ആഗീരണം ചെയ്യാനായിട്ട് ഇത് ഒരുപാട് സഹായിക്കും. ഈ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ആയുർവേദ മരുന്നുകളിലെ പ്രധാനിയാണ്. മിക്കവാറും മരുന്നുകളിലൊക്കെ തന്നെ നമുക്ക് ഈ ഒരു കൂട്ടുണ്ടാവും. ചുക്കില്ലാത്ത കഷായമില്ലെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഡേറ്റ്സിന്റെ കാര്യം, അല്ലെങ്കിൽ എന്താ പറയാ കാരക്ക, എന്താ പറയാ ഈന്തപ്പഴത്തിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. നാച്ചുറൽ ഷുഗർ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ, വെയിറ്റ് ഗെയിനെ പ്രൊമോട്ട് ചെയ്യാനും എനർജിയെ കൂട്ടാനും ഇതൊരു പൊട്ടാസ്യം പൊട്ടാസ്യം കണ്ടന്റ് ആണ്. ഹൈ പൊട്ടാസ്യം കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റിക്കും ഹാർട്ട് ഹെൽത്തിനും ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇത് ഞെരിഞ്ഞിലാണ്, ഗോഡ്ഷുര എന്ന് പറയും. ഇത് ശരിക്കും ശരീരത്തിലെ സെക്സ് ഹോർമോൺസിനെ കൺട്രോൾ ചെയ്യുകയും അതുപോലെ സെക്ഷൽ കപ്പാസിറ്റി കൂട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘടകമാണ് ഇതിനകത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ബയോ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്. അതുപോലെ ഗോഡ്ഷുരയ്ക്ക് മറ്റൊരു കർമ്മം കൂടി ഉണ്ടായിരുന്നു. ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ മസിൽ പവർ കൂട്ടാനായിട്ടും സഹായിക്കും. അടുത്തത് നമ്മുടെ കാടമം, ഏലം. ഏലത്തിനകത്തും ഈ ചെറിയ തരിമണികൾക്കകത്ത് അടങ്ങിയിരിക്കുന്നത് ശരിക്കും സൾഫർ, ഫോസ്ഫറസ്, സിങ്ക്, കോപ്പർ, ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഈ സിങ്കും കോപ്പറും ഫോസ്ഫറസും ഒക്കെ തന്നെ നമ്മുടെ എല്ലിന്റെ ഹെൽത്തിന്, ഇമ്മ്യൂണിറ്റിക്ക്, ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി ഇതൊക്കെ കൂട്ടുന്നതാണ്. ഇതൊന്നും കൂടാതെ നമ്മള് കണ്ണിന്റെ പ്രൊഡക്റ്റ് പഠിക്കുമ്പോൾ വിഷനെ ഇംപ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ വിഷൻ പ്രോബ്ലം, കണ്ണിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ന്യൂട്രിചാർജ് വ്യൂവിൽ ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്, ല്യൂട്ടിൻ എന്ന് പറയുന്നത്.
ആ ല്യൂട്ടിനും അതിലുള്ള ബീറ്റാ കരോട്ടിനും. അത് രണ്ടും ഈ ചെറിയ തരിമണികളില് അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇതൊരു ഡൈജസ്റ്റീവ് സ്റ്റിമുലന്റ്, ഒരു വിശപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട്. ശരിക്കും വെയിറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക്, മെലിഞ്ഞ ആൾക്കാർക്ക് പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് വിശപ്പില്ലായ്മ. ആ വിശപ്പില്ലായ്മയെ മാറ്റാൻ, അതിനെ ഉത്തേജിപ്പിക്കാൻ ഗ്യാസ്ട്രിക് ആസിഡിനെ കൂടുതൽ, ഗ്യാസ്ട്രിക് ആസിഡ് പറഞ്ഞ എൻസൈംസിനെ, വിശപ്പുണ്ടാക്കാൻ പറ്റുന്ന എൻസൈംസിനെ ഉത്തേജിപ്പിക്കാനും അതിന്റെ പ്രവാഹം കൂട്ടാനായിട്ട്, അതായത് ഗ്ലാൻഡിൽ നിന്ന് അതിനെ സ്റ്റൊമക്കിലേക്ക് അതിന്റെ പ്രവാഹം കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ കാർഡമം. പിപ്പർലോങ്ങം, പിപ്പർലോങ്ങം പിപ്പലിയാണ്. ശരിക്കും ഇത് ശരിക്കും എല്ലാ ഒരു മിക്കവാറും നമ്മളുടെ പ്രൊഡക്റ്റുകളിലൊക്കെ ഉള്ളതാണ്. സോറി, ഇൻക്രീസസ് ദ ബയോ അവൈലബിലിറ്റി ഓഫ് അതർ ന്യൂട്രിയൻസ്. കാര്യമായ കാര്യം ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും നമ്മൾ കഴിക്കുന്ന സപ്ലിമെന്റിലും ഒക്കെയുള്ള പോഷക തത്വങ്ങളുടെ ബയോ അവൈലബിലിറ്റി, അതായത് അതിനെ റെഡി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പാകത്തിനാക്കി കൊണ്ടുവരുന്ന പണിയാണ് ഈ സാധനം നമുക്ക് ചെയ്തു തരുന്നത്. പിപ്പർ നൈഗ്രം എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ കുരുമുളകാണ്. ഒരു നല്ല ആന്റി ഓക്സിഡന്റ് ആണ് ഇത്. നമ്മൾ ഏതെല്ലാം തരത്തിൽ നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്, കൂടുതൽ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പിപ്പർ ആന്റി ഓക്സിഡന്റ്. ഇതിന് വേറൊരു കഴിവും കൂടിയുണ്ട്, റെജിനുവേറ്റിംഗ് കപ്പാസിറ്റി. പുതിയ സെല്ലുകളെ ഉണ്ടാക്കാൻ, നമ്മളിൽ യുവത്വം നിലനിർത്താനായിട്ട്, ശരീരകോശങ്ങളിൽ യുവത്വം നിലനിർത്താനായിട്ട് സഹായിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ പിപ്പലിയും അതുപോലെ തന്നെ നമ്മുടെ കുരുമുളകും. കദളിപ്പഴം, അതിനെയാണ് ഈ മൂസ എന്ന് വിളിച്ചിരിക്കുന്നത്. കദളിപ്പഴം ഒരു നല്ല എനർജി സോഴ്സ് ആണ്. എല്ലാവർക്കും അറിയാം, നമ്മൾ പഴം കഴിച്ചാൽ അതിനകത്തുനിന്ന് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടും സസ്റ്റൈൻഡ് ആയിട്ടും പെട്ടെന്ന് എനർജി കൂടി കിട്ടും. അതുപോലെ തന്നെ അത് നിലനിൽക്കുന്ന ഒരു ശാശ്വതമായ എനർജി കുറെ സമയത്തിനേക്ക് കിട്ടും. നേരെ മറിച്ച് ഒരു ഗ്ലൂക്കോസ് ആണ് നമ്മൾ കഴിക്കുന്നെങ്കിൽ ഇൻസ്റ്റന്റ് ഷൂട്ടപ്പ് ഉണ്ടാവും, സഡൻ ആയിട്ട് അത് താന്നു പോവുകയും ചെയ്യും. അതിന് പഴം നമുക്ക്, ഈ കദളിപ്പഴം ഇതിനകത്ത് ചേർന്നിരിക്കുന്നത്, ഇതൊരു നാച്ചുറൽ സോഴ്സ് ഓഫ് ഷുഗർ തന്നെയാണ്. ഇപ്പൊ മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലാക്കി എന്ന് കരുതുന്നു. 2-3 ഘടകങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് ചെയ്യുന്നത് എന്താണ്? ശരിക്കും ഫ്ലവനോയിഡ്സ് ഉണ്ട് ഇതിനകത്ത്. ഈ കദളിപ്പഴത്തിനകത്തുള്ള ബയോ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ആയ ഫ്ലവനോയിഡ്സ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ആന്റി ഓക്സിഡന്റ് എഫക്ട് ചെയ്യുക. അതിന് ഫ്രീ റാഡിക്കൽസ് ശരീരത്തിന് ഉണ്ടാക്കുന്ന ക്ഷതം വരാതിരിക്കാൻ ആ ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിച്ച് കളയുന്ന പണിയാണ് നമ്മളുടെ കദളിപ്പഴത്തിലെ, അല്ലെങ്കിൽ ഈ ബനാനയ്ക്കകത്ത്. സാധാരണ നമ്മൾ പഴം കഴിച്ചാലും അതിനകത്തുമുണ്ട് ഈ ഫ്ലവനോയിഡ്സ് ഇഷ്ടം പോലെ. ആ സംഭവം ചെയ്യുന്നത് ഇതാണ്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെയ്തു തരുന്ന ഗുണം എന്ന് പറയുന്നത് ആന്റി ഓക്സിഡന്റ് എഫക്റ്റ് ആണ്. അത് ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിച്ച് കളഞ്ഞ് നമ്മുടെ മസിൽ ഡാമേജിനെ പ്രിവെന്റ് ചെയ്യുകയും മസിലിനെ ബിൽഡപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത ആപ്പിൾ. നമ്മൾ പഴയ കാലം മുതൽ പരസ്യം കേൾക്കുന്നുണ്ട്, ആൻ ആപ്പിൾ എ ഡേ കീപ്സ് എ ഡോക്ടർ എവേ. ഇപ്പൊ നമുക്ക് മിക്കവാറും നമ്മൾ വി ആർ എവേ ഫ്രം ആപ്പിൾ. ഒരു സാധാരണക്കാരന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതിലൊക്കെ കൂടുതൽ വിലയാണ്. അതിന്റെ വില കൊണ്ടാണ് ആൾക്കാർ ദൂരെ പോകുന്നത്. പിന്നെ നമുക്ക് വിശ്വസിക്കാവുന്ന തരത്തിൽ അത്ര കണ്ട് പ്യുവർ ആയിട്ടുള്ള സാധനങ്ങളല്ലേ. ഏറ്റവും നല്ല പ്യുവർ ആയിട്ടുള്ള സാധനം പ്രകൃതി നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ അതിനെ കൂടുതൽ വഷളാക്കിയാണ് ശരിക്കും നമ്മുടെ കൈ കിട്ടുന്നത്. എന്നാലും നല്ല ആപ്പിൾ, ഏറ്റവും സെലക്ടഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ആപ്പിൾ ആണ് നമുക്ക് ഇതിനോട് ചേർത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ ചേർത്തിട്ടുള്ളത് വൈറ്റമിൻസും മിനറൽസും ഇഷ്ടംപോലെയുണ്ട്. വൈറ്റമിൻ സി ഒക്കെ ലാവിഷ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഇതെന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് സ്ട്രെസ്സിനെ കുറയ്ക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്തു വരും. ആപ്പിൾ ഡെയിലി കഴിക്കുന്നവർക്ക് സ്ട്രെസ് കുറവാണെന്നാണ് സ്റ്റഡീസ് തെളിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങനെ സ്ട്രെസ് കുറയുന്നത് കൊണ്ട് തന്നെ ക്രോണിക് ഡിസീസസ്, കാർഡിയോവാസ്കുലർ ഡിസീസ്, അതായത് നമ്മുടെ ഹാർട്ട് ഡിസീസസ് ഒക്കെ കുറയാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പൊ ഡെയിലി ആപ്പിൾ കഴിച്ചാൽ എങ്ങനെയാണ് ഡോക്ടർമാരെ ദൂരെ നിർത്താൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കുക. അത് ഏജിങ് സ്ലോ ആക്കാനായിട്ട് സ്ഥിരമായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നവരുടെ മുഖത്ത് നോക്കിയാൽ നല്ല തേജസ്സും ഓജസ്സും ഒക്കെ ഉണ്ടാവും. അത് പ്രായം തോന്നിക്കേ ഇല്ല എന്ന് പറയാറില്ലേ, ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആപ്പിളിന് കപ്പാസിറ്റി ഉണ്ട്. കഴിക്കുന്ന ആപ്പിള് ശുദ്ധമായിരിക്കണം എന്ന് മാത്രം. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈഡ്. അടുത്തത് നമ്മളുടെ ജീരകമാണ്. ജീരകം നമുക്ക് വിശപ്പിനെ കൂട്ടാൻ, വിശപ്പില്ലായ്മയാണ് കണ്ടീഷൻ, വിശപ്പിനെ കൂട്ടാനായിട്ട് ജീരകം നമുക്ക് സഹായമാകുന്നുണ്ട്. വൈറ്റമിൻ ബി കോംപ്ലക്സും കൂടുതലുണ്ട്, വൈറ്റമിൻ ഇ കൂടുതലുണ്ട്. അതുപോലെ തന്നെ
ആന്റി ഓക്സിഡന്റ് എഫക്റ്റ് ആണുള്ളത്, ഡൈജഷനെ കൂട്ടുന്നു. അതുപോലെ പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസിങ് ഡൈജസ്റ്റീവ് എൻസൈംസിനെ കൂട്ടുന്ന മറ്റൊരു പദാർത്ഥം അല്ലെ മറ്റൊരു ഇൻഗ്രീഡിയന്റ് ആണ്. അടുത്തത് ഇഞ്ചിയാണ്. ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറഞ്ഞാൽ ഇഞ്ചിയുടെ ഒരു ഗുണമാണ് ആന്റി ഇൻഫ്ലമേറ്ററി. നമുക്കെല്ലാം അറിയാം, നിത്യജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. മരുന്നായിട്ടും നമ്മുടെ ആഹാരത്തില്, നമ്മുടെ മസാലക്കൂട്ടുകളുടെ കൂട്ടത്തില് എന്തിനാണ് കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ അത് വയറിന് സുഖമായിട്ടിരിക്കാൻ, നമ്മുടെ ശരീരത്തിന് സുഖമായിട്ടിരിക്കാൻ, മറ്റ് ഇൻഗ്രീഡിയൻസിനെ ചേർത്ത് പിടിച്ച് നല്ലൊരു എഫക്റ്റ് ശരീരത്തിൽ കൊണ്ടുവരാൻ, ന്യൂട്രീഷ്യസ് എഫക്റ്റ് ശരീരത്തിൽ കൊണ്ടുവരാനാണ് നമ്മൾ ആഹാരത്തിൽ നമ്മൾ ഇഞ്ചി ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ആന്റി ഇൻഫ്ലമേറ്ററി, ശരീരവേദന, മസിൽ പെയിൻ ഒക്കെ ഉള്ളവർക്ക് ആ ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ മറ്റ് ഇൻഗ്രീഡിയൻസിന്റെ കൂടെ ചേർന്ന് നമുക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ്, അതുപോലെ കാർഡിയാക് ഡിസീസ് ഒക്കെ ഉള്ളവർക്ക്, ഹൈ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഈ ഒരു ഇൻഗ്രീഡിയന്റ്, ഈ ഒരു സിംഗിൾ ഇൻഗ്രീഡിയന്റ് ഗുണപ്രദമാണ്. പക്ഷെ എല്ലാ ഡയബറ്റിക് ഉള്ളവർക്ക് ന്യൂട്രിചാർജ് ഗെയിനർ കഴിക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ നെല്ലിക്ക എല്ലാവിധ ഗുണങ്ങളും ചേർന്ന ഒരു സംഭവമാണ്. ഇത് നമുക്ക് പച്ച നെല്ലിക്ക തന്നെയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. നമ്മൾ ഈ പച്ച നെല്ലിക്ക പച്ചയായിട്ട് കഴിച്ചെങ്കിൽ മാത്രമേ ഇതിലുള്ള ബയോ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ഫൈറ്റോ കെമിക്കൽസ് മുഴുവൻ നമ്മുടെ ശരീരത്തിൽ ചെല്ലുകയുള്ളൂ. അയണിന്റെ കണ്ടന്റ് കൂടുതലുണ്ട്. വൈറ്റമിൻ സിയും അയണും കൂടെ ഒന്നിച്ചുള്ളത് കൊണ്ട് അബ്സോർഷന് വേറെ ഉപാധികളൊന്നും വേണ്ട. ഇത് നമ്മളുടെ ശരീരത്തിൽ അയണും വൈറ്റമിൻ സിയും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ഇമ്മ്യൂണിറ്റി കൂടും. സിങ്ക് നന്നായിട്ടുണ്ട് ഇതിനകത്ത്. വൈറ്റമിൻ ബിയും വൈറ്റമിൻ എയും ഒക്കെ ഇഷ്ടം പോലെ. എല്ലാ വൈറ്റമിൻസിന്റെയും ഒരു കലവറയാണ്. അതുപോലെ തന്നെ ട്രേസ് എലമെന്റ്സിന്റെയും ഒരു കലവറയാണ്. ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട് ഇതിന്. സ്ലോ ഏജ് ചെയ്യാനായിട്ട്, അതായത് ഹെൽത്തി ഏജിങ് എന്നുള്ള കൺസെപ്റ്റിന് ആക്കം കൂട്ടുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മളുടെ നെല്ലിക്ക എന്ന് പറയുന്നത്. നെയ്യാണിത്. Proper intake of ghee helps in transporting botanicals and other nutrients to the tissues of the body. നമ്മളുടെ ഈ ഒരു പൊടി നമ്മൾ വെള്ളത്തിൽ കലക്കി കുടിക്കുമ്പോൾ ആ ഒരു സ്കൂപ്പ് പൊടിക്കകത്ത് എന്തെല്ലാം ഉണ്ട് എന്നിപ്പം നമുക്ക് മനസ്സിലായി. അതിന്റെയൊക്കെ ആ ഒരു പോഷക തത്വങ്ങളെ ഒട്ടും നഷ്ടപ്പെടുത്താതെ അത് എത്തേണ്ടിടത്ത് എത്തിക്കാൻ ഒരു ട്രാൻസ്പോർട്ട് മീഡിയ, ഒരു വെഹിക്കിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഘീ ചെയ്യുന്ന പരിപാടി. ഇതും നല്ല പശുവിൻ പാല്, നറുനെയ്യ് തന്നെയാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് ഒരിക്കലും ഒരു കൊളസ്ട്രോളിനെ കൂട്ടുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു സംഭവമല്ല. ന്യൂട്രീഷണൽ വാല്യൂ എന്ന് പറയുമ്പോൾ മറ്റ് എല്ലാ ഓയിലുകളുടെയും ഫാറ്റുകളുടെയും ഒക്കെ അതിനേക്കാളൊക്കെ ഏറ്റവും മുകളിലാണ് ഇതിന്റെ ന്യൂട്രീറ്റീവ് വാല്യൂ. സുപ്പീരിയർ ടു ഓൾ അതർ ഓയിൽ എന്ന് പറയുന്നത്. മറ്റു ഫാറ്റുകളുടെ എല്ലാം മുകളിലാണ് നെയ്യുടെ സ്ഥാനമുള്ളത്. അതിന് കാരണം ഇതിനകത്ത് മീഡിയം ചെയിൻ ഫാറ്റി ആസിഡും ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്, അങ്ങനെയാണ് ഇതിനകത്ത് കെമിസ്ട്രി പറയുകയാണെങ്കിൽ. ഇത് എങ്ങനെയാണ് ഹെൽപ്ഫുൾ എന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യും, അത് വിഘടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈസി ആയിട്ട് വിഘടിച്ച് ആഹാരത്തിന്റെ കൂടെ അത് അബ്സോർബ് ചെയ്യാനായിട്ട്, മറ്റു ന്യൂട്രിയൻസിന്റെ കൂടെ അബ്സോർബ് ചെയ്യാൻ പാകത്തിനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തുള്ള ബിട്രിക് ആസിഡ് നമ്മളുടെ എൻസൈംസ്, വയറ് വിശക്കാനുള്ള വയറ്റിലുള്ള എൻസൈംസിനെ കൂട്ടാനായിട്ടത് ബിട്രിക് ആസിഡ് സഹായിക്കും. ഇപ്പം നെയ്യ് ഒരു ട്രാൻസ്പോർട്ടർ മീഡിയമാണ്. അതുപോലെ തന്നെ വിശപ്പിനെ കൂട്ടാനായിട്ട്, വിശപ്പിനെ കൂട്ടാനുള്ള എൻസൈംസിന്റെ ഉൽപാദനത്തിന് ഇതൊരു ഉത്തേജകം കൂടിയാണ്. ഹണി ഈസ് നാച്ചുറൽ സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഇത് ശരിക്കും കാർബോഹൈഡ്രേറ്റും ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്, വൈറ്റമിൻസും ഉണ്ട്, മിനറൽസും ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട്. ഇത് ഉണ്ടാക്കുന്നത് പ്രാണികള് അല്ലെങ്കിൽ അതിന്റെ തേൻ, ചെറിയ പൂക്കൾ, കാട്ടുപൂക്കളാവട്ടെ എന്ത് പൂക്കളാവട്ടെ, പൂക്കളിൽ നിന്ന് ശേഖരിച്ച ആ തേനിനെ പാകപ്പെടുത്തി ഹണി ബീസിന്റെ പണിയെടുത്ത് അവര് പാകപ്പെടുത്തി കൊണ്ടുവരുന്ന ഒറിജിനൽ തേനാണ്. ഇതിനകത്ത് ശരിക്കും പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ടെന്നുള്ളതാണ്. ഇത് നമുക്ക് സഹായിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ന്യൂട്രിയൻസിനെ നമ്മളുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇനി പ്രോട്ടീൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ന്യൂട്രിചാർജ് ഗെയിനർ നമ്മൾ ഒരാൾക്ക് സജസ്റ്റ് ചെയ്യുകയോ നമ്മൾ അത് കൺസ്യൂം ചെയ്യുകയോ ചെയ്യുമ്പോൾ ഒരു സ്കൂപ്പ് ന്യൂട്രിചാർജ് ഗെയിനറും ഒരു സാഷേ ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റും സജസ്റ്റ് ചെയ്യാം. ഇത് രണ്ടും ഒരേ ടേസ്റ്റ് ആണ്. കൊക്കോ പൊടി ഗെയിനറിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റിന്റെ ഒരു സാഷയും ഈ ഒരു സ്കൂപ്പും കൂടെ ഒരു 250 മില്ലി വെള്ളത്തിൽ മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കുക. അടിച്ചിട്ട് അതിനെ ഒരു
ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ആഹാരത്തിന് 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പ് ഇത് കഴിച്ചാലത്തെ ഗുണം, നല്ല വിശപ്പ് തോന്നും, ആഹാരം കൂടുതൽ കഴിക്കാൻ തോന്നും. കാരണം ആഹാരം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. വെയിറ്റ് ഗെയിൻ ചെയ്യണമെങ്കിൽ ഇത് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. ഇത് കഴിഞ്ഞിട്ട് വിശപ്പ് വരുമ്പോൾ നല്ല ആഹാരം, സൂപ്പർ ഫുഡ് കഴിക്കേണ്ട ആവശ്യമുണ്ട്. ഇതേ പ്രൊഡക്റ്റ് വെയിറ്റിനെ ബാധിക്കാതെ, വെയിറ്റ് ഗെയിനിനോ വെയിറ്റ് ലോസിനോ ഒന്നുമല്ലാതെ ഇതേ പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മസ്കുലർ പെയിൻ അനുഭവിക്കുന്ന, മസിലുകൾക്ക് വേദനയുള്ള ആൾക്കാർക്ക് നമുക്ക് ഇതൊരു സ്കൂപ്പ് സജസ്റ്റ് ചെയ്യാം പ്രോട്ടീൻ പൗഡറിന്റെ കൂട്ടത്തിൽ. പിന്നെ കൂടുതലായിട്ട് എനർജി ആവശ്യമുള്ള നമ്മളുടെ ലീഡേഴ്സ്, ഒരു മീറ്റിംഗിൽ നിന്ന് മറ്റൊരു മീറ്റിംഗിലേക്ക് പോകുന്ന, ഓടി നടക്കുന്ന ലീഡേഴ്സിന് എനർജി പ്രൊവൈഡ് ചെയ്യാനായിട്ടും 100-100 നിൽക്കാനായിട്ടും നമ്മുടെ പ്രൊഡക്റ്റ് സഹായമാണ്. അവിടെ നമ്മൾ പ്രോട്ടീൻ പൗഡർ ആഡ് ചെയ്തോളണം നിർബന്ധമില്ല. ഇനി ഇത് രണ്ടിന്റെയും കോമ്പിനേഷൻ ഇച്ചിരി വില കൂടുതലായിരിക്കും. അതിനെ കോസ്റ്റ് എഫക്റ്റീവ് ആക്കി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കൊക്കോ പ്രോഡക്റ്റിന്റെ സ്ഥാനത്ത് നമുക്ക് ന്യൂട്രിചാർജ് ഓൾ പ്രോ, അതിന് വേറെ ടേസ്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ന്യൂട്രിചാർജ് ഓൾ പ്രോ ഒരു സ്കൂപ്പ് ചേർക്കാം. കമ്പാരബിളി മറ്റതിനെക്കാട്ടി അല്പം വിലക്കുറവുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഗുണമേ കിട്ടുന്നുള്ളൂ. ഇനി കൂടുതൽ കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നില്ല. നമുക്ക് അടുത്ത ഓരോന്നിനെയും കണ്ടന്റ് ആണ്, നമുക്ക് അത്രയും സയൻസിലേക്ക് പോകേണ്ട കാര്യമില്ല. മറ്റു പ്രൊഡക്റ്റുകളെ അപേക്ഷിച്ച് ഏറ്റവും നല്ലതാണ്. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, അടുത്തത് നമ്മൾക്ക് വെയിറ്റ് കൂടിയവരുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത സ്ലൈഡ് നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂട്രിചാർജ് S&F, സ്ലിം ആൻഡ് ഫിറ്റ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.